ഒരു ചായ മതി. ഏയ് സജീവനല്ലേ? സജീവ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. പുഷ്പേട്ടനടാ, നിന്റെ കോളേജിനടുത്തുണ്ടായിരുന്ന അമ്മൂ സ്റ്റോഴ്സിലെ പുഷ്പേട്ടൻ. ആ പുഷ്പേട്ടൻ. നീയും ആ കുട്ടിയായിട്ട് എത്ര തവണ എന്റെ കടയിൽ വന്നതാ? ഒന്നും ഓർമ്മയില്ല അല്ലേ? എന്താ അവളുടെ പേര്? രേവതി. ആ രേവതി രേവതി രേവതി. അവ എന്താ പറ്റിയടാ? ഇല്ല, ഒന്നുമില്ല. ചേട്ടൻ എന്താ ഇവിടെ? ഞാനിവിടെ തൊഴാൻ വന്നാടാ. ഫാമിലി ദ്വാരകയിലുണ്ട്. നീ എന്താ ഇവിടെ? ഇല്ല, ഞാനിവിടെ HDFCയിലെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം. ആ, നീ തിരക്കിലാണല്ലേ? ശരിടാ എന്നാ. ശരി. ഓക്കെ. സജീവ, നീ നാട്ടിലേക്കാ? ഞാനും ആ വഴിക്ക് തന്നെയാ. ശരി. നീ എന്തോ ഒരു ഉഷാറില്ലാണ്ടിരിക്കണേ? ഇല്ല, ഒന്നുമില്ല. ആ, എനിക്ക് മനസ്സിലായി. ഞാൻ ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ പിന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്താടാ പറ്റിയേ? ആ പെൺകുട്ടി നാളെ കടയിൽ വന്നിരുന്നേ, അവളുടെ കല്യാണമെന്നൊക്കെ പറഞ്ഞു. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നീ വിഷമിക്കാൻ വേണ്ടി ചോദിച്ചാലാട്ടാ, എന്നോട് പറയാൻ പറ്റാത്ത പിന്നെ. അതല്ല ഏട്ടാ, അവളുടെ വീട്ടിലും സമ്മതിക്കില്ല. അവളുടെ അച്ഛനൊക്കെ ഭയങ്കര പ്രശ്ന. ഒന്ന് പോയേ അവിടുന്ന്. സോറി, ഇവിടെ പറഞ്ഞ. നീ എന്ത് കോപ്പാ പറയണേ? നീ അവളുടെ അച്ഛനെ കേട്ടാ പോണ? നാണണ്ടാ. സ്നേഹിച്ച പെണ്ണിനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നത് വലിയ ത്യാഗമൊന്നല്ല. അതൊക്കെ പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നീ ഇപ്പം എന്നോട് കാണിക്കണ ഈ ദേഷ്യം ഉണ്ടല്ലോ, അത് വാശിയാക്കിയിട്ട് അവളെ പോയി രക്ഷിക്കാൻ നോക്ക്. അന്ന് കടയിൽ വന്നപ്പോൾ ഞാൻ തന്നെ പറ്റി ചോദിച്ചു. അവളുടെ കണ്ണ് നിറഞ്ഞു പോയടാ. വേറൊരാളൊപ്പം എങ്ങനെയാടാ അവളെ ജീവിക്കുക? നീ ഇനി കള്ള് കുടിച്ച് കഞ്ചാവ് അടിച്ച് നഞ്ഞത്തടിച്ചാലൊന്നും അവളെ കിട്ടാൻ പോണില്ല. അതിനെ ആണുങ്ങളെപ്പോലെ ഇപ്പം തീരുമാനിക്കണം. ഒരു പെണ്ണൊരാണിനെ സ്നേഹിക്കണതേ അവൻ അവളെ ഒരിക്കലും കൈവിടില്ലെന്ന് വിശ്വാസത്തില്ല. അതൊക്കെ തെറ്റിച്ച പ്രണയം എന്ത് കോപ്പടാ? ഇതൊക്കെ പറയാൻ ഞാനാരല്ലേ? അങ്ങനല്ല. എന്നാ പിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോടാ അവളെ. എൻ്റെ സ്റ്റോപ്പ് എത്തി, ഞാൻ ഇറങ്ങാം. ഓരോരുത്തർക്കും ഓരോ സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒരുപാട് തിരിച്ച് നടക്കേണ്ടി വരും. ഒരു പക്ഷേ നടന്നെത്തിയെന്നും വരും.
എന്താ ഉള്ള പേര്? ആ പെൺകുട്ടി നാളെ കടയിൽ വന്നു. രേവതി. ആ രേവതി രേവതി രേവതി. വേറെ ആളൊപ്പം എങ്ങനെയാടാ? അതിനെ ആണുങ്ങളെ പോലെ ഇപ്പൊ തീരുമാനിക്കണം. നീ കള്ളു കുടിച്ച് പെൺകുട്ടി നാളെ കടയിൽ വന്നു അവളെ കിട്ടാൻ പോണില്ല. സ്നേഹിച്ച പെണ്ണിനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന വലിയ ത്യാഗം. അവളുടെ കല്യാണം അതൊക്കെ പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അതിനെ ആണുങ്ങളെ പോലെ ഇപ്പൊ തീരുമാനിക്കണം. ഒന്നും പോയരുത്. മാറിക്കോ. രേവതി, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിന്റെ അച്ഛനെ തീർത്താൽ ആരെ തീർത്താലും നിന്നെ ഞാൻ കൊണ്ടു. നീയില്ലെങ്കിൽ ഞാൻ ചത്തു കളയും. അച്ഛൻ വരേക്കാൾ മുമ്പ് മോള് പൊക്കോളൂ. അതെ, തട്ടിത്തടഞ്ഞു വീഴണ്ട, പതുക്കെ പോയാ മതി. അച്ഛൻ വൈകിട്ടേ വരുള്ളൂ. ശരി ശരി അമ്മേ. നീ എന്തൊരു സുഖമില്ലാത്ത പോലെ. പാവന്റെ അച്ഛൻ. നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. നമ്മുടെ ജീവിതത്തെ പറ്റി മാത്രം ഓർത്താൽ മതി. ഇതമ്മാവൻ. അപ്പൊ ഇതാരാ? ഇതമ്മ. ആഹാ, ഒക്കെ നല്ല കുറുമ്പന്മാരാലോ. പിന്നെ ഇതാണ് അമ്മൂമ്മ. ഒരു മിനിറ്റ് മാറ്റേ. എന്താ എന്ത് പറ്റി? അപ്പൊ ഇതാരാ? ഇതെന്റെ പാവച്ഛൻ. അതെ, ഞാന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പറയാനാ വിളിച്ചത്. വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ മുഖത്തൊക്കെ കരിവാരി തേച്ചുകൊണ്ട് എൻ്റെ മോള് ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി. ഈ കല്യാണം നടക്കില്ല. ഐ ആം എക്സ്ട്രീംലി സോറി. അമ്പത് പവനും സ്വിഫ്റ്റും ഈ വീടും എൻ്റെ വൃക്കി മിറ്റാക്കിട്ടില്ല അത്രയും കാശ്. എൻ്റെ മോള് അവൾക്കിഷ്ടമുള്ള ആരുടെയെങ്കിലും ഒപ്പം സുഖമായി ജീവിക്കും. When the hand of a man touches the hand of a woman, they both touch the heart of eternity. എന്താ എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല. അപ്പൊ പുഷ്പേട്ടൻ സ്വർണത്തിന്റെ വിലയും സ്ത്രീധനത്തിന്റെ തുകയും കൂടിക്കൊണ്ടേയിരിക്കട്ടെ. പുഷ്പേട്ടന്മാരെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം.